EVSന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ മക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യ എൻ്റെ രാജ്യം എന്ന പാഠഭാഗമാണ്. നമുക്കറിയാം അല്ലേ, നമ്മുടെ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. നമുക്ക് അഭിമാനത്തോടുകൂടി പറയാം നമ്മുടെ രാജ്യം ഇന്ത്യയാണ് അല്ലെ. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇന്ത്യയെ കുറിച്ചൊരു പാട്ട് കേട്ടിട്ടില്ലേ? എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്. ചെറുതായിട്ട് ടീച്ചർ ഒന്ന് പാടാം. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം, ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം. കേട്ടിട്ടില്ലേ ഈ പാട്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ ഈ പാട്ട്? നമുക്ക് അറിയാം നമ്മുടെ രാജ്യം ഇന്ത്യയാണെന്ന് നമുക്കറിയാം അല്ലെ. നമ്മുടെ ഈ പാട്ടിൽ പറയുന്നത് നമ്മുടെ അമ്മയെ പോലെയാണ് അല്ലെ. നമ്മുടെ അമ്മയെ പോലെ വേണം നമ്മുടെ രാജ്യത്തെ കാണാനെന്നാണ്. എന്തുകൊണ്ടാണ് അത്രയും മനോഹരമായിട്ട് ആ കവിതയിൽ പറയുന്നത്? ഇന്ത്യ ഒരുപാട് പേരുടെ ജീവനും അല്ലെ അവരുടെ കഷ്ടപ്പാടുകളും ഒക്കെ നടത്തി ഉണ്ടാക്കി അല്ലെങ്കിൽ നമ്മളിലേക്ക് എത്തിച്ചതാണ് നമ്മുടെ ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തെ അല്ലെ, ഭാരതം എന്ന നമ്മുടെ രാജ്യത്തെ. അപ്പോ ആ രാജ്യത്തെ അതേ പവിത്രതയോടുകൂടി അല്ലെങ്കിൽ നമ്മുടെ അമ്മയെ സ്നേഹിക്കുന്നതോ പോലെ നമ്മള് രാജ്യത്തെ സ്നേഹിക്കണം എന്നാണ് ആ കവിതയിൽ പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് കടക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ EVSലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം ആണ് ഇന്ത്യ എൻ്റെ രാജ്യം എന്ന രണ്ടാമത്തെ യൂണിറ്റ്. അപ്പൊ നമുക്ക് പോകാം. നമുക്കറിയാം അല്ലെ, അപ്പൊ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ഒക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരുപാട് കഷ്ടതകൾ, ഒരുപാട് പേരുടെ ജീവൻ വരെ കളഞ്ഞ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നാണ്. നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് ഒരു വഴിയിലൂടെ നടന്നു പോകാനോ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ നമുക്ക് ആരുടെയും അനുവാദം കൂടാതെ സ്വീകരിക്കാനും അല്ലെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാനും ഒക്കെ സാധിക്കുന്നത്, ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചത് നമ്മുടെ ഒരുപാട് മഹാത്മാക്കളുടെ കഷ്ടപ്പാട് മൂലമാണ് അല്ലെ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ രാജ്യം നമ്മുടെ കയ്യിലേക്ക് എത്തിയത്. അപ്പോ ഇതിനു മുമ്പ് ഇങ്ങനെ എത്തുന്നതിനല്ല, നമ്മളിപ്പോ ഈ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു. ആരുടെ കയ്യിലായിരുന്നു മക്കളെ? ബ്രിട്ടീഷുകാരെ. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ പട്ടാളക്കാരെ കുറിച്ച്, വളരെ ക്രൂരന്മാരായ ബ്രിട്ടീഷുകാരെ കുറിച്ച് അല്ലെ. നമ്മുടെ രാജ്യത്ത് പണ്ട്, അതായത് 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് നമുക്ക് അറിയാമല്ലോ. അപ്പൊ അതിനു മുമ്പ് ഇവിടെ ബ്രിട്ടീഷുകാരായിരുന്നു ഭരിച്ചിരുന്നത്. നമ്മുടെ രാജ്യത്തില് ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. അപ്പോ അവരെ ഇവിടുന്ന് തുരത്തിയതിനു ശേഷമാണ് നമ്മുടെ രാജ്യം നമ്മുടെ മാത്രമായിട്ട് മാറിയത് അല്ലെ. അപ്പോ നമുക്ക് നോക്കാം, സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യ ആരുടെ ഭരണത്തിന് കീഴിലായിരുന്നു? അതെ അല്ലെ, നമ്മൾ പറഞ്ഞു ആരുടെ ഭരണത്തിന് കീഴിലായിരുന്നു? ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു. ഇനി വിദേശികൾ ഇന്ത്യയിൽ എത്തിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അപ്പൊ നമ്മൾ പറഞ്ഞു നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇവിടെ ബ്രിട്ടീഷുകാരായിരുന്നു എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എന്തിനാണ് അവർ നമ്മുടെ രാജ്യത്തിലേക്ക് കടന്നു കയറിയത്? എന്തിനാണ്? അത് തന്നെ, നമ്മുടെ നാട്ടില് അവരെ ആകർഷിക്കുന്ന രീതിയിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണെന്നല്ലേ? ഏലം, കുരുമുളക് തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങൾ. നമുക്കറിയാലേ, മസാലയൊക്കെ നമ്മുടെ വീട്ടില് അമ്മമാരുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെയാണ് അല്ലേ ഇത്. നമ്മുടെ ആഹാരത്തിന്, ഭക്ഷണത്തിന് കൂടുതൽ സ്വാദും മണവും രുചിയും ഒക്കെ കൂട്ടുന്ന ഏലം, കുരുമുളക്, ഇതൊക്കെ നമ്മുടെ നാട്ടില് സുലഭമായിട്ടുണ്ടായിരുന്നു പണ്ട് കാലത്ത്. ഇപ്പോഴും ഉണ്ട്, പണ്ടും ഉണ്ടായിരുന്നു. അപ്പൊ പണ്ട് അത് മറ്റ് രാജ്യക്കാരെ നമ്മുടെ നാട്ടിലേക്ക് അവരെ ആകർഷിച്ചു. അവരിങ്ങോട്ടേക്ക് കടന്നു കയറി. എന്നിട്ടോ പിന്നെ അത് മാത്രമല്ല കേട്ടോ, പട്ടുണ്ടായിരുന്നു. നമ്മുടെ അമ്മമാരൊക്കെ അല്ലെ പട്ട് തുണികളൊക്കെ ഇല്ലേ, സാരികളൊക്കെ, അതൊക്കെ പട്ട് സാരികളൊക്കെ ഉണ്ടാക്കുന്ന പട്ടുണ്ടായിരുന്നു. പരുത്തി, കോട്ടണില്ലേ, കോട്ടൺ, പരുത്തി തുടങ്ങിയ തുണിത്തരങ്ങൾ ഒക്കെ ഇവിടുന്ന് കടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യ കാലങ്ങളില് ബ്രിട്ടീഷുകാര് ഇങ്ങോട്ടേക്ക് എത്തിയത്. പിന്നീട് അവർ എന്ത് ചെയ്തു? അവരിവിടെ സ്ഥിരതാമസമാക്കി. അതെല്ലാം അവരുടേതാക്കാനായിട്ട് അവർ ശ്രമിച്ചു. അങ്ങനെ പിന്നീട് അവരുടെ കീഴിൽ നമ്മുടെ രാജ്യമായി മാറി. ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പുറത്തുനിന്ന് ഒരാൾ കയറി വരികയാണ്. പുറത്തുനിന്ന് കയറി വന്നിട്ട് അവരാണ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. എന്തായിരിക്കും അവസ്ഥ അല്ലെ? നമുക്കറിയാം, നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട്
ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. നമ്മൾ ഇത്രയും നാളും നമ്മുടെ സ്വന്തം വീട്ടില് നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മുടെ ഇഷ്ട ഭക്ഷണം, നമ്മുടെ ഇഷ്ട വസ്ത്രം, നമ്മുടെ ഇഷ്ട സഞ്ചാര രീതി ഇതിനൊക്കെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ ഇതിനൊക്കെ തടയിട്ടുകൊണ്ട് പുറത്തുനിന്ന് ഒരാൾ വരികയാണ്. അയാൾ പറയുന്നത് മാത്രമേ നമ്മൾ അനുസരിക്കാവൂ, അയാൾ പറയുന്നത് മാത്രമേ നമ്മൾ ചെയ്യാവൂ, അയാളുടെ അനുവാദത്തോടു കൂടി മാത്രമേ എല്ലാം നടക്കൂ. ആ ഒരു രീതിയിൽ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാം അല്ലെ. അതേ അവസ്ഥയായിരുന്നു ഈ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് വരെ. അപ്പൊ ആ ഒരു സ്ട്രഗിൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അതിനെ എതിർക്കാനും അവരെ ഇവിടെ നിന്ന് ഓടിക്കാനും ഒരുപാട് സമരങ്ങളും ഒരുപാട് യുദ്ധങ്ങളും ഒരുപാട് ആക്രമണങ്ങളും ഒക്കെ നടത്തി അതിൽ ഒരുപാട് പേര് മരണപ്പെട്ട് ഒക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യ അല്ലെ നമ്മുടേതാക്കി മാറ്റിയത്. അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം. നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യ ആരുടെ ഭരണത്തിന് കീഴിലായിരുന്നു? അത് തന്നെ കറക്റ്റ് ആൻസർ ആണ്. ആരുടെ ഭരണത്തിന് കീഴിലായിരുന്നു? ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു. ഇനി വിദേശികൾ ഇന്ത്യയിലെത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? ഏലം, കുരുമുളക് തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങളും പട്ട്, പരുത്തി തുടങ്ങിയ തുണിത്തരങ്ങളും വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. ഇനി നമുക്ക് നോക്കാം. വിദേശികൾ ഇന്ത്യയിൽ അധികാരം സ്ഥാപിക്കാൻ എളുപ്പത്തിൽ കഴിഞ്ഞത് എങ്ങനെയാണ്? അവർ ആദ്യം കച്ചവടത്തിനാണ് വന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ആ കച്ചവടത്തിന് വന്നതിലൂടെ അവർ ഇവിടെ സ്ഥിരതാമസമാക്കിയത് എങ്ങനെയാണ്? ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ രാജാക്കന്മാർ ശത്രുക്കളായി പോരടിച്ച് നിന്നിരുന്നതിനാലാണ് വിദേശികൾ ഇന്ത്യയിൽ അധികാരം സ്ഥാപിക്കാൻ എളുപ്പത്തിൽ കഴിഞ്ഞത്. നമുക്ക് നോക്കാം. ഇനി ബ്രിട്ടീഷുകാരുമായുള്ള പോരാട്ടങ്ങളിൽ ഇന്ത്യക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നത് എന്തുകൊണ്ടായിരുന്നു? അപ്പൊ അവരിങ്ങോട്ടേക്ക് വന്നപ്പോൾ ആദ്യമേ തന്നെ എതിർത്തിരുന്നു. പക്ഷെ നമുക്ക് അവരെ തോൽപ്പിക്കാനാണ് സാധിച്ചില്ല, അവരെ നമുക്ക് ഇവിടുന്ന് തുരത്താൻ സാധിച്ചില്ല. അപ്പൊ അതെന്തുകൊണ്ടാണ്? നമ്മുടെ കയ്യില് അവരുടെ ഉള്ളതുപോലെ തോക്കോ പീരങ്കിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മാരക ആയുധങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതായിരുന്നു നമ്മളുടെ ഒരു ബാഡ് എന്ന് പറയാനായിട്ട്. കാരണം നമ്മൾ അത്രയധികം ഉയർന്നിട്ടില്ലായിരുന്നു. പീരങ്കി, തോക്ക് തുടങ്ങിയ മെച്ചപ്പെട്ട ആയുധങ്ങളും യുദ്ധതന്ത്രങ്ങളുമാണ് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്നത്. നമുക്ക് ഒന്നുകൂടെ നോക്കാം. പീരങ്കി എന്തൊക്കെയാ അവർ ഉപയോഗിച്ചിരുന്നത്? പീരങ്കി, തോക്ക് തുടങ്ങിയ മെച്ചപ്പെട്ട ആയുധങ്ങളും യുദ്ധതന്ത്രങ്ങളുമാണ് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ മക്കൾക്ക്? അപ്പൊ നമ്മുടെ പണ്ട് കാലത്ത് രാജാക്കന്മാരാണ് നമ്മുടെ നാട് ഭരിച്ചിരുന്നത്. ഇപ്പൊ കാണുന്ന മുഖ്യമന്ത്രി, രാഷ്ട്രപതി ഒക്കെ വന്നത് കുറെ കാലങ്ങൾക്ക് ശേഷം, നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമാണ്. അപ്പൊ അതിനു മുന്നേ വരെ രാജാക്കന്മാർ, നമ്മുടെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, രാജകൊട്ടാരങ്ങളും രാജാക്കന്മാരും മന്ത്രിമാരൊക്കെ കണ്ടിട്ടില്ലേ? അതേ ഒരു സിസ്റ്റം തന്നെ ആയിരുന്നു പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. അപ്പൊ ആ രാജാക്കന്മാരെയൊക്കെ അവരുടെ കയ്യില് യുദ്ധങ്ങൾക്കുള്ള ചെറിയ ചെറിയ കുതിരകളും ചെറിയ പീരങ്കി, ചെറിയ തോക്കുകള് അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ സൗകര്യങ്ങളുള്ള അല്ലെങ്കിൽ ചെറിയ യുദ്ധങ്ങൾക്കുള്ള സാധനങ്ങളെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മുടെ ബ്രിട്ടീഷുകാരെങ്ങനെയാണ് വളരെ ഭീകരമായ, അതായത് ഒരു വെടിക്ക് തന്നെ ആ ഒരു പ്രദേശം തന്നെ നശിച്ചു പോകുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെയാണ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യക്കാരുടെ കയ്യില് അവരെ തോൽപ്പിക്കാനായിട്ടുള്ള വലിയ വലിയ പീരങ്കികളോ തോക്കുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അവരെ നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കാതിരുന്നത്. എന്റെ മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ പറയുന്നത്? ഗാന്ധിജിയും സഹപ്രവർത്തകരും ഉപ്പ് സത്യാഗ്രഹത്തിന് ദണ്ഡിയിലേക്ക് പുറപ്പെട്ടത് എവിടെ നിന്നാണ്? അപ്പൊ നമുക്ക് ഉപ്പ് സത്യാഗ്രഹത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ ഗാന്ധിജിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? ആരാണ് ഗാന്ധിജി? അദ്ദേഹത്തെ അറിയാത്ത ഒരു കുട്ടി പോലും ഉണ്ടാവില്ലേ? നമുക്കറിയാം, അദ്ദേഹം നമ്മുടെ രാഷ്ട്രപിതാവാണ് അല്ലെ. ആരാണ്? രാഷ്ട്രപിതാവ്. നമ്മള് കുട്ടികൾ എന്താ അദ്ദേഹത്തെ വിളിക്കാറ്? നിങ്ങൾ വിളിക്കാറുള്ള എന്താണ്? ബാപ്പുജി എന്നാണ് അല്ലെ. എന്താ വിളിക്കണേ? ബാപ്പുജി. ബാപ്പുജി എന്ന് വിളിക്കും, മഹാത്മാ എന്ന് വിളിക്കും അല്ലെ. നമ്മുടെ രാഷ്ട്രപിതാവായ
മഹാത്മാഗാന്ധിജി അദ്ദേഹം നമ്മുടെ രാജ്യത്തെ നമ്മുടെ കയ്യിൽ ഭദ്രമായി ഒതുക്കുന്നതിന് ഒരുപാട് കാര്യങ്ങൾ അല്ലെ, ഒരുപാട് സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സമരമാണ് ഉപ്പ് സത്യാഗ്രഹം. പ്രധാനപ്പെട്ട സമരം ഏതാണ് പറഞ്ഞേ? ഉപ്പ് സത്യാഗ്രഹം, അതായത് സാൾട്ട് സത്യാഗ്രഹം. ഇവിടെ പറഞ്ഞേ ഉപ്പ് സത്യാഗ്രഹം, സാൾട്ട് സത്യാഗ്രഹം. ഇവിടെ പറഞ്ഞേ ഉപ്പ് സത്യാഗ്രഹം, സാൾട്ട് സത്യാഗ്രഹം. അപ്പൊ ആ സാൾട്ട് സത്യാഗ്രഹം അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം എന്താണ്? നമ്മുടെ ഗാന്ധിജിയും കൂട്ടരും, നമ്മൾ പറഞ്ഞല്ലോ ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ ഭരിച്ചിരുന്നത്. ആ സമയത്ത് അവരുടെ അവകാശം, അവരുടെ അനുവാദം കൂടാതെ നമുക്ക് ഒരു സാധനങ്ങൾ പോലും ഉപയോഗിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. നമ്മൾ എന്തെടുത്താലും അല്ലെങ്കിൽ എന്ത് ചെയ്താലും അതിൽ നിന്നെല്ലാം ഒരു നികുതി, നമ്മുടെ സ്വന്തം സാധനം പോലും ഉപയോഗിക്കുന്നതിന് പോലും ബ്രിട്ടീഷുകാർക്ക് നമ്മളെ നികുതി, അതായത് നമ്മൾ അതിന്റെ ഒരു ഭാഗം പൈസ പണമായിട്ട് ബ്രിട്ടീഷുകാർക്ക് നൽകണം. അതാണ് നികുതി എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ നമ്മുടെ ബ്രിട്ടീഷുകാര് എല്ലാത്തിനും നമ്മുടെ ഇന്ത്യക്കാർ ഉപയോഗിക്കുന്ന എല്ലാ സാധനത്തിനും എന്ത് ചെയ്തു? നികുതി വെച്ചു. അപ്പോ എന്താ നികുതി എന്ന് നമുക്കൊക്കെ മനസ്സിലായോ? അപ്പൊ നികുതി വെച്ചു. അങ്ങനെ നികുതി കൊടുക്കണം, എന്ത് ചെയ്താലും നമ്മൾ അവർക്ക് നികുതി കൊടുക്കണം. അങ്ങനെ നമ്മുടെ അപ്പൊ എന്ത് ചെയ്താലും നികുതി കൊടുക്കണം. അപ്പൊ എന്താണ്? ഉപ്പ് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ് അല്ലെ. നമ്മള് എന്ത് ആഹാരം ഉണ്ടാക്കിയാലും അതിൽ എന്ത് ചേർക്കും? ഉപ്പ് ചേർക്കും. അപ്പൊ നമുക്ക് ഉപ്പില്ലാതെ ഒരു വീട്ടിലും ഒരു സാധനം ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പൊ അത്രയും അത്യാവശ്യമായ ഒന്നാണ് ഉപ്പ്. ആ ഉപ്പിന് പോലും നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് കൊടുക്കേണ്ടി വന്നു? ബ്രിട്ടീഷുകാർക്ക് നമ്മള് നികുതി കൊടുക്കണം. ഏറ്റവും നിസാരമായ ഉപ്പിന് പോലും നികുതി കൊടുക്കേണ്ടി വന്നു. അതൊരു പാവപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും താഴെയുള്ള ആൾക്കാർക്ക് ഉപ്പിന് പോലും നികുതി കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട്, അതിനെ എതിർത്തുകൊണ്ട് നമ്മുടെ മഹാത്മാവ്, നമ്മുടെ രാഷ്ട്രപിതാവ് എന്ത് ചെയ്തു? മുന്നിലേക്ക് വന്ന് സമരം നടത്തി. ആ സമരമാണ് ഉപ്പ് സത്യാഗ്രഹം. നമുക്ക് മനസ്സിലായല്ലേ? ഉപ്പ് സത്യാഗ്രഹം. അപ്പൊ ഉപ്പ് സത്യാഗ്രഹം ഇനി എങ്ങനെയാണ്, എന്താണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. ദണ്ഡി കടപ്പുറത്തേക്ക് എത്തി. ഗാന്ധിജിയും ഗാന്ധിജിയുടെ കൂട്ടുകാരും അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ഒപ്പം ഉണ്ടായിരുന്നവരും ദണ്ഡി കടപ്പുറത്തേക്ക്, അത് എവിടെ നിന്നാണ് അറിയാമോ? അദ്ദേഹം താമസിക്കുന്ന സബർമതി ആശ്രമത്തിൽ നിന്ന് കാൽനടയായിട്ടാണ്, ബസ്സോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഉപയോഗിച്ച് വളരെ സുഖലോലുപരായല്ല അവര് പോയത്. അവര് കാൽനടയായിട്ട്, കുറെ ആളുകൾ ചേർന്ന് കാൽനടയായിട്ട് എവിടേക്ക് പോയി? ദണ്ഡി കടപ്പുറത്തേക്ക്. എന്താണ് കടപ്പുറത്തിന്റെ പേര്? ദണ്ഡി കടപ്പുറം. പറഞ്ഞേ, ദണ്ഡി കടപ്പുറം. അപ്പൊ ആ ദണ്ഡി കടപ്പുറത്തേക്ക് കാൽനടയായിട്ട് നടന്ന് ഗാന്ധിജിയും ഗാന്ധിജിയുടെ കൂട്ടുകാരും നടന്നു പോയി. ഇനി എന്തിനാണ് പോയത്? നടന്നു പോയിട്ട് അവരവിടെ ചെന്ന് എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാര് പറഞ്ഞത് എന്താണ്? ഉപ്പ് ജനങ്ങളെ സ്വന്തമായിട്ട് കുറുക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഉപ്പ് ഉണ്ടാക്കാൻ പാടില്ല. ഇനി അഥവാ ഉണ്ടാക്കിയാലോ, അത് ഉണ്ടാക്കിയതിൽ നിന്ന് ഒരു നികുതി ആർക്ക് കൊടുക്കണം? ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണം. പക്ഷെ അപ്പൊ അതിനെ എതിർത്തുകൊണ്ട് ഗാന്ധിജിയും കൂട്ടുകാരും ദണ്ഡി കടപ്പുറത്ത് എന്ത് ചെയ്തു? ഉപ്പ് കുറുക്കി. എന്നിട്ട് ആ ഉപ്പ് ഒരു നികുതി പോലും കൊടുക്കാതെ അവിടുത്തെ ജനങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് കൊടുത്തു. അങ്ങനെയാണ് ഉപ്പ് നിയമം അല്ലെങ്കിൽ ആ ഒരു നിയമം ലംഘിച്ചുകൊണ്ട് എന്ത് നടത്തി? ഉപ്പ് സത്യാഗ്രഹം. എന്താ നടത്തിയത്? ഉപ്പ് സത്യാഗ്രഹം നടത്തി. ആര് നടത്തി? ഗാന്ധിജി നടത്തി അല്ലെ. ഗാന്ധിജി എവിടെയാണ് നടത്തിയത്? ദണ്ഡി കടപ്പുറത്ത്. എവിടെയാണ് നടത്തിയത്? ദണ്ഡി കടപ്പുറത്ത്. അപ്പൊ നമുക്ക് നോക്കാം. ഗാന്ധിജിയും സഹപ്രവർത്തകരും ഉപ്പ് സത്യാഗ്രഹത്തിന് ദണ്ഡിയിലേക്ക് പുറപ്പെട്ടത് എവിടെ നിന്നാണ്? ടീച്ചർ പറഞ്ഞല്ലേ എവിടെ നിന്നാണെന്ന്. എവിടെ നിന്നാണ്? സബർമതി ആശ്രമത്തിൽ നിന്ന്. സബർമതി ആശ്രമത്തിൽ ആരാണ് താമസിക്കുന്നത്? നമ്മുടെ മഹാത്മാഗാന്ധിയാണ് താമസിക്കുന്നത്. ഇനി എന്നാണ് നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം നടന്നത്? എന്നാണ്? 1930 മാർച്ച് 12-നാണ്. എന്നാണ് നമ്മുടെ പറഞ്ഞേ? 1930 മാർച്ച് 12. പറഞ്ഞു ഒന്നുകൂടെ പറഞ്ഞേ. 1930
മാർച്ച് 12-നാണ് എന്ത് നടന്നു? ഉപ്പ് സത്യാഗ്രഹം നടന്നു അല്ലെ? എന്താ നടന്നത്? ഉപ്പ് സത്യാഗ്രഹം നടന്നു. ഓക്കെ, ഇനി അടുത്ത നോക്കാം. ഇനി നമ്മൾ പറഞ്ഞു അല്ലെ, സബർമതി ആശ്രമം ഏത് സംസ്ഥാനത്തിലാണ്? നമ്മൾ പറഞ്ഞു ഗാന്ധിജി താമസിക്കുന്ന ആശ്രമമാണ് ഏത്? സബർമതി ആശ്രമം അല്ലെ? ഗാന്ധിജി താമസിക്കുന്ന ആശ്രമമാണ് സബർമതി ആശ്രമം. ഓക്കെ, ഗാന്ധിജി താമസിക്കുന്ന ആശ്രമത്തിന്റെ പേര് ഏതാണ്? സബർമതി ആശ്രമം. ഓക്കെ, അപ്പൊ സബർമതി ആശ്രമം ഏത് സംസ്ഥാനത്തിലാണ്? സബർമതി ആശ്രമം ഏത് സംസ്ഥാനത്തിലാണ്? നമുക്കറിയാം ഗാന്ധിജിയുടെ വീട് എവിടെയാണെന്നറിയാമോ? ഗുജറാത്തിലാണ് അല്ലെ? അപ്പൊ ഗാന്ധിജി താമസിക്കുന്ന ആശ്രമവും എവിടെയാണ്? ഗുജറാത്തിലാണ്. ആ ആശ്രമത്തിന്റെ പേരെന്താ? സബർമതി ആശ്രമം. എന്താണ് പേര്? സബർമതി ആശ്രമം. എല്ലാരും ഒന്ന് പറഞ്ഞേ, എന്താണ് ആശ്രമത്തിന്റെ പേര്? സബർമതി ആശ്രമം. ഓക്കെ, അപ്പൊ സബർമതി ആശ്രമം എവിടെയാണ്? നമ്മുടെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ ഗുജറാത്തിലാണ് ഏത്? സബർമതി ആശ്രമം. ഇനി അവിടെ ഗാന്ധിജി ജനിച്ചത് എവിടെയാണെന്ന് അറിയാമോ? പറയാമോ മക്കൾക്ക്? ശരിയാണ്, ഗുജറാത്തിലെ തന്നെ, ഇവിടെ അല്ല കേട്ടോ, പോർബന്തറിലാണ്. എവിടെയാണ്? പോർബന്തറിൽ, ഗുജറാത്തിലെ പോർബന്തറിലാണ് ആര് ജനിച്ചത്? ഗാന്ധിജി ജനിച്ചത്. പക്ഷെ അദ്ദേഹം താമസിച്ചത് എവിടെയാണ്? ഈ ദണ്ഡി സത്യാഗ്രഹ സമയത്ത് അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹ സമയത്ത് താമസിച്ചത് സബർമതി ആശ്രമത്തിലാണ്. സബർമതി ആശ്രമത്തില്. അപ്പൊ സബർമതി ആശ്രമം എവിടെയാണ്? ഗുജറാത്തിലാണ്. എവിടെയാണ്? ഗുജറാത്തിൽ. ഓക്കെ, കിട്ടിയാ? ഇനി അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ദണ്ഡി കടൽ തീരം ഏത് സംസ്ഥാനത്തിലാണ്? സബർമതി ആശ്രമത്തിൽ നിന്ന് എവിടേക്ക് എത്തിയെന്നാ പറഞ്ഞത്? ദണ്ഡി കടൽ തീരത്തിലേക്ക് എത്തിയെന്നാ പറഞ്ഞത് അല്ലെ? അപ്പൊ ഈ സബർമതി ആശ്രമവും ദണ്ഡി കടപ്പുറവും എവിടെയാണ്? രണ്ടും ഗുജറാത്തിലാണ് അല്ലെ? രണ്ടും എവിടെയാണ്? ഗുജറാത്തിലാണ്. അപ്പൊ ഓർത്തു വെക്കാൻ എളുപ്പമുണ്ടല്ലോ അല്ലെ? സബർമതി ആശ്രമവും ദണ്ഡി കടൽ തീരവും എവിടെയാണ്? ഗുജറാത്തിൽ തന്നെയാണ് അല്ലെ? രണ്ടും ഗുജറാത്തിൽ തന്നെയാണ്. അപ്പൊ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് ക്വസ്റ്റ്യൻ ആണ് അല്ലെ? സബർമതി ആശ്രമം എവിടെ? പിന്നെയോ ദണ്ഡി കടൽ തീരവും എവിടെയാണ്? ഗുജറാത്തിലാണ് അല്ലെ? ഇനി നമുക്ക് നോക്കാം. സബർമതിയിൽ നിന്ന് എത്ര അകലെയാണ് ദണ്ഡി കടപ്പുറം? ഇപ്പൊ നിങ്ങൾ ഓർത്ത് കാണും അല്ലെ? ഗുജറാത്തിൽ തന്നെയാണെങ്കിൽ ഇത്രയും കാൽനടയായിട്ട് പോകുന്നതിന് എന്താ കുഴപ്പമെന്ന് അല്ലെ? പക്ഷെ നോക്കിക്കേ മക്കളെ, ഏകദേശം 390 കിലോമീറ്റർ ദൂരത്തിലാണ് ഗാന്ധിയും കൂട്ടരും നടന്നു പോയത്. പറ്റുമോ? നമുക്ക് സാധിക്കുമോ? നമ്മളൊന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യും? ഉടനെ വേഗം പോയി സൈക്കിൾ എടുക്കും, അല്ലെങ്കിൽ അച്ഛന്റെ കൂടെ അല്ലെങ്കിൽ ഓട്ടോയിലോ ഒക്കെയാണ് നമ്മൾ പോകുന്നത് അല്ലെ? 2 വീലറൊക്കെ ഉപയോഗിച്ചാ പോകുന്നത്. പക്ഷെ നമ്മുടെ ഗാന്ധിജി എത്ര കിലോമീറ്റർ ആണ് നടന്നത്? 390 കിലോമീറ്റർ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു ദിവസം കൊണ്ടാണോ എത്തിയത്? ആണോ? അല്ല, ഒരുപാട് ദിവസം എടുത്തു അല്ലെ? എടുക്കണം, അത്രയും ദൂരമുണ്ട്. എത്ര കിലോമീറ്റർ ആണ്? 390 കിലോമീറ്റർ. ഇപ്പൊ സബർമതിയിൽ നിന്ന് ദണ്ഡി കടപ്പുറം വരെ, എവിടെ നിന്നിട്ടാണ്? സബർമതിയിൽ നിന്ന് ദണ്ഡി കടപ്പുറം വരെ എത്ര കിലോമീറ്റർ? 390 കിലോമീറ്റർ. പറഞ്ഞേ, 390 കിലോമീറ്റർ. എല്ലാരും ഒന്ന് പറഞ്ഞേ, 390 കിലോമീറ്റർ അല്ലെ? അപ്പൊ ഇന്ത്യയിൽ നിയമലംഘനത്തിന് തുടക്കം കുറിച്ച സമരം ഏതാണ്? നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം അല്ലെ? നമ്മൾ പറഞ്ഞു നിയമലംഘനത്തിന്, അതായത് ആദ്യമായിട്ട് ബ്രിട്ടീഷുകാര് നമ്മുടെ രാജ്യത്തിലേക്ക് എത്തി. അവര് പറയുന്നത് മാത്രമേ ചെയ്യാവൂ, അത് ചെയ്യാവൂ, ഇത് ചെയ്യാവൂ എന്നൊക്കെ പറഞ്ഞപ്പോ അത് അവരുടെ നിയമത്തെ നമ്മൾ ലംഘിച്ചു, അല്ലെങ്കിൽ അത് വളരെ അപകടകരമാകും. അവരൊരിക്കലും നമ്മളെ ഇവിടെ ജീവിക്കാൻ അല്ലെ, സ്വാതന്ത്ര്യത്തോട് ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോ നമ്മുടെ ഗാന്ധിജി എന്ത് ചെയ്തു? ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട് അവരോടുള്ള സമരത്തിന് തുടക്കം കുറിച്ചു. അപ്പൊ ഏതാണ് നിയമലംഘനത്തിന് തുടക്കം കുറിച്ച സമരം? ഏതാണ്? ഉപ്പ് സത്യാഗ്രഹം. ഇപ്പൊ പിടികിട്ടിയോ എന്താണ് ഉപ്പ് സത്യാഗ്രഹം എന്ന്? നമുക്ക് ഒന്നുകൂടെ നോക്കാം. നമുക്ക്
സംസ്ഥാനവും ഒക്കെ ഒന്നുകൂടെ പറഞ്ഞു പോകാം. അപ്പൊ ഒന്നുകൂടെ എളുപ്പമുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് എവിടെ നിന്നാണ്? സബർമതി ആശ്രമത്തിൽ നിന്നാണ് അല്ലെ? എവിടെ നിന്നാണ്? സബർമതി ആശ്രമത്തിൽ നിന്ന്. ഇനി എവിടെയാണ് പോയി അവസാനിച്ചത്? ദണ്ഡി കടപ്പുറത്ത് നിന്നാണ്. ഇനി ഉപ്പ് സത്യാഗ്രഹം നടന്നത് എന്താണ്? 1930 മാർച്ച് 12 എന്നാണ്. 1930 മാർച്ച് 12. ഇനി സബർമതി ആശ്രമവും ദണ്ഡി കടപ്പുറവും ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലാണ് അല്ലെ? രണ്ടും എവിടെയാണ്? ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഓക്കെ, അപ്പൊ അത് നമുക്ക് കിട്ടി. ഇനി സബർമതി ആശ്രമത്തിൽ നിന്ന് നമ്മുടെ ദണ്ഡി കടപ്പുറം വരെ എത്ര കിലോമീറ്റർ ദൂരമുണ്ട്? അല്ലെങ്കിൽ എത്ര ദൂരമുണ്ട്? 390 കിലോമീറ്റർ. എത്ര ദൂരമാണ്? 390 കിലോമീറ്റർ. ഇനി നമ്മുടെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിയമം ലംഘിച്ചുകൊണ്ടുള്ള സമരം ഏതായിരുന്നു? ഉപ്പ് സത്യാഗ്രഹം അല്ലെ? എന്താണ്? ഉപ്പ് സത്യാഗ്രഹം. അപ്പൊ ഇത്രയും നമുക്ക് മനസ്സിലായ ഉപ്പ് സത്യാഗ്രഹത്തെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എന്നാണ് നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം? 1930 മാർച്ച് 12. കണ്ടോ? ഗാന്ധിജിയും ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്ന അനുയായികളും ഒക്കെ കൂടി എത്ര കിലോമീറ്റർ ആണ്? 390 കിലോമീറ്റർ. എങ്ങനെയാണ്? നടന്ന് അല്ലെ? നടന്നാണ് അവര് പോയത്. എവിടം തൊട്ട് എങ്ങോട്ടേക്കാണ് പോയത്? സബർമതി ആശ്രമത്തിൽ നിന്ന്. പിന്നെയോ സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് അല്ലെ? നടന്നാണ് അവർ പോയത്. 390 കിലോമീറ്റർ നടന്ന്. ഇനി നമ്മുടെ ദണ്ഡി യാത്രയില് നമുക്ക് അഭിമാനകരമായി മലയാളികളും ഉണ്ടായിരുന്നു. ആരുണ്ടായിരുന്നത്? നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ മലയാളികളും ഉണ്ടായിരുന്നു ഈ ഗാന്ധിജിയോടൊപ്പം ദണ്ഡി യാത്രയിൽ പങ്കെടുക്കാൻ. ആരൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ആള് സി കൃഷ്ണൻ നായർ. ആരാണ്? പറഞ്ഞേ. സി കൃഷ്ണൻ നായർ. എല്ലാവരും പറഞ്ഞേ. സി കൃഷ്ണൻ നായർ. അടുത്തത് ആരാണ്? തേവർ തുണ്ടിയിൽ ടൈറ്റസ്. പറഞ്ഞേ മക്കളെ. തേവർ തുണ്ടിയിൽ ടൈറ്റസ്. ആരാണ്? തേവർ തുണ്ടിയിൽ ടൈറ്റസ്. ഇനി മൂന്നാമത്തെ ആളാരാണ്? രാഘവ പൊതുവാൾ. മൂന്നാമത്തെ ആരാണ്? രാഘവ പൊതുവാൾ. മൂന്നാമത്തെ ആരാണ്? രാഘവ പൊതുവാൾ. ഇനി നാലാമത്തത് ശങ്കർജി. ആരാണ്? ശങ്കർജി. ആരാണ്? ശങ്കർജി. അടുത്തതോ താപ്പൻ നായർ അല്ലെ? എന്താ പേരെന്താ? താപ്പൻ നായർ. നിങ്ങളുടെ പറഞ്ഞേ. താപ്പൻ നായർ. നമുക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾ എന്റെ ഒപ്പം പറഞ്ഞു പോകണം. എന്നാലും നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ പഠിച്ചു പോകാൻ സാധിക്കും കേട്ടോ. പെട്ടെന്ന് പഠിച്ചു പോകാൻ പറ്റും. പിന്നെ നമുക്ക് ഒന്ന് വായിച്ചു നോക്കിയാൽ മതിയായിരിക്കും. ഓക്കെ, അപ്പൊ ദണ്ഡി യാത്രയിലെ മലയാളികൾ അല്ലെ? ദണ്ഡി യാത്രയില് നമ്മുടെ ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്ന മലയാളികൾ ആരൊക്കെയാണ്? സി കൃഷ്ണൻ നായർ. പിന്നെയോ തേവർ തുണ്ടിയിൽ ടൈറ്റസ്. പറഞ്ഞേ. തേവർ തുണ്ടിയിൽ ടൈറ്റസ്, രാഘവ പൊതുവാൾ, ശങ്കർജി, താപ്പൻ നായർ അല്ലെ? അപ്പൊ ഇത്രയും 5 പേരാണ് എന്ത് 5 പേരാണ് നമ്മുടെ മലയാളി ആയിട്ടുണ്ടായിരുന്നത് അല്ലെ? മലയാളിയായിട്ട് ദണ്ഡി യാത്രയില് ഉണ്ടായിരുന്നത്. ദണ്ഡി യാത്രയില് ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്ന മലയാളികളാണ് ഈ 5 പേര്. സി കൃഷ്ണൻ നായർ, തേവർ തുണ്ടിയിൽ ടൈറ്റസ്, രാഘവ പൊതുവാൾ, ശങ്കർജി, താപ്പൻ നായർ അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം. ഇനി നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം കേരളത്തിൽ നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം കേരളത്തില് നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം കേരളത്തിൽ നടന്നപ്പോഴത്തേക്കുള്ളതാണ് അടുത്തത്. ഉപ്പ് സത്യാഗ്രഹം കേരളത്തില്. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ മാത്രം ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് മാത്രമല്ല, പിന്നെയോ നമ്മുടെ കേരളത്തിലും നടന്നു.
കേട്ടോ. എവിടെ നടന്നു? നമ്മുടെ കേരളത്തിലും നടന്നു. നോക്കാം. ഓക്കെ, ഇവിടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. കേരളത്തിൽ എവിടെയാണ് നടന്നതെന്ന് പറയണ്ടേ? കേരളത്തിൽ കണ്ണൂരിലെ പയ്യന്നൂർ കടപ്പുറത്ത്. അവിടെ നമ്മുടെ ഇന്ത്യയിൽ എവിടെയാണ്? ഗുജറാത്തിലെ സബർമതി ആശ്രമം മുതൽ പിന്നെയോ ദണ്ഡി കടപ്പുറം വരെയാണ് വന്നത് അല്ലെ. പക്ഷേ നമ്മുടെ കേരളത്തിൽ നടന്നത് എവിടെയാണ്? കണ്ണൂരിലെ പയ്യന്നൂർ കടപ്പുറത്ത്. ഇനി അവിടെ നമുക്ക് ഗാന്ധിജിയാണ് നേതൃത്വം കൊടുത്തത് അല്ലെ. അവിടെ ആരാണ് നേതൃത്വം കൊടുത്തത്? ഗാന്ധിജിയാണ്. ഇവിടെ നമ്മുടെ ഗാന്ധിജി ആരായിരുന്നു? കെ കേളപ്പൻ. എന്താണ്? കെ കേളപ്പൻ. അപ്പൊ അതുകൊണ്ട് തന്നെ കെ കേളപ്പൻ അറിയപ്പെടുന്ന പേര് എന്താണെന്ന് അറിയാമോ? കെ കേളപ്പനെ അറിയപ്പെടുന്ന പേരാണ്. അവിടെ ഗാന്ധിജിയാണല്ലോ നടത്തിയത്. അപ്പൊ ഇവിടുത്തെ ഗാന്ധിജി അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? കേരള ഗാന്ധി. എങ്ങനെ പറയാം? കേരള ഗാന്ധി. പറഞ്ഞപ്പോ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാ മക്കളെ? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. ആരാണ്? കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. ഇനി നോക്കിക്കേ, ഇപ്പൊ കേരളത്തിൽ എവിടെയാണ് വരുന്നത്? കേരളത്തിലെ പയ്യന്നൂരില്. പയ്യന്നൂർ കടപ്പുറത്ത്. എവിടെയാണ്? കേരളത്തിലെ പയ്യന്നൂർ കടപ്പുറത്താണ് കെ കേളപ്പന്റെ നേതൃത്വത്തിൽ. അവിടെ നമ്മുടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണെങ്കിൽ ഇവിടെ ആരാണ്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പന്റെ നേതൃത്വത്തിലാണ് ഉപ്പ് നിയമം ലംഘിക്കപ്പെട്ടത്. അപ്പൊ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും എന്ത് നടന്നു? ഇതുപോലെ ഉപ്പ് സത്യാഗ്രഹം നടന്നു. അപ്പൊ നമ്മുടെ കേരളത്തിൽ നടന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പൊ ഇനി അവിടെ നമ്മള് ഗുജറാത്തിലെ സബർമതിയിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് പോയല്ലേ. അപ്പൊ ഇവിടെ ആണെങ്കിലോ ഇവിടെ നമ്മളെ കോഴിക്കോട്ട് നിന്ന് പയ്യന്നൂരിലേക്ക്. എവിടെ നിന്നാണ്? കോഴിക്കോട്ട് നിന്ന് പയ്യന്നൂരിലേക്ക്. അവിടെയാണെങ്കിൽ എവിടെയാണ്? സബർമതി ആശ്രമത്തിൽ നിന്ന് സബർമതി ആശ്രമത്തിൽ നിന്ന് എങ്ങോട്ടേക്കാണ്? പറയൂ. ദണ്ഡി കടപ്പുറത്തേക്കാണ് അല്ലെ. അപ്പൊ ഇവിടെ വന്നപ്പോ നമ്മുടെ കേരളത്തിൽ വന്നപ്പോ കെ കേളപ്പൻ നേതൃത്വം നൽകി കോഴിക്കോട്ട് നിന്ന് പയ്യന്നൂരിലേക്ക്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ കെ കേളപ്പൻ അല്ലെ, കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പന്റെ നേതൃത്വത്തിലാണ് ജാഥ നയിച്ച്, അതായത് ജാഥയായിട്ട് നയിച്ച് ഉപ്പ് നിയമം എവിടെ എത്തി? പയ്യന്നൂരിലെത്തി ഉപ്പ് നിയമം ലംഘിച്ചു. ഇനി അതെന്താണ്? 1930 ഏപ്രിൽ 21. എന്നാണ്? 1930 ഏപ്രിൽ 21-നാണ്. ഇനി സത്യാഗ്രഹ ജാഥയിലുടനീളം ശക്തമായ ആഹ്വാനം നടത്തി ആലപിച്ചത് അംശി നാരായണ പിള്ളയുടെ വരിക വരിക സഹചരേ എന്ന ഗാനമാണ്. അപ്പോ പാട്ടൊക്കെ പാടി. എന്തിനാണ് പാട്ട് പാടിയത്? ആ സമയത്തെ പ്രധാന ഒരു കവിയായ അംശി നാരായണ പിള്ളയുടെ അവർക്ക് നമ്മുടെ പയ്യന്നൂരിലേക്ക് നടന്നുപോയ നേതാക്കന്മാർക്ക് ഊർജവും ഉശിരും പകരാനായിട്ട് ഗാന്ധിജിയുടെ അതേ ഊർജത്തോടു കൂടി മുന്നോട്ട് പോകാൻ, സമരം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട്, എനർജി നൽകാൻ വേണ്ടിയിട്ട് നമ്മുടെ അംശി നാരായണ പിള്ള എഴുതിയ പാട്ട് അല്ലെങ്കിൽ കവിതയാണ് വരിക വരിക സഹചര്യ. കേട്ടിട്ടില്ലേ പാട്ട്? വരിക വരിക സഹചര്യ സഹന സമര സമയമായി കരളുറച്ചു കൈകൾ കോർത്തു കാൽനടയ്ക്കു പോകുന്ന. കേട്ടിട്ടില്ലേ ഈ പാട്ട്? അപ്പൊ ആ പാട്ട് പാടുമ്പോ അല്ലെങ്കിൽ പാട്ട് പാടി ആ പാട്ടിനോടൊപ്പമാണ് അവരെന്ത് ചെയ്യുന്നത്? നടന്ന് ജാഥയായിട്ട് പോകുന്നത്. എന്നിട്ടാണ് നമ്മുടെ പയ്യന്നൂരിലെത്തി എന്ത് നടത്തി? ഉപ്പ് നിയമം ലംഘിച്ചു അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. നമ്മള് ദണ്ഡി കടപ്പുറത്ത് മലയാളികളെ പരിചയപ്പെട്ടു അല്ലെ. 5 പേരുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച്, കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനി, അതായത് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടിയിട്ട് മുന്നിലേക്ക് നിന്ന് പ്രവർത്തിച്ച 5 പേര്, പ്രധാനപ്പെട്ട 5 പേരെയാണ് നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ആളാണ് ടി കെ മാധവൻ. പറഞ്ഞ മക്കളെ, ഒന്നാമത്തെ ആരാണ്? ടി കെ മാധവൻ. രണ്ടാമത്തത് മുഹമ്മദ് അബ്ദുറഹ്മാൻ. ആരാണ്?
മുഹമ്മദ് അബ്ദുറഹിമാൻ. രണ്ടാമത്തെ ആരാണ്? മൂന്നാമത്തെ ആരാണ്? KP കേശവമേനോൻ. ആരാണ്? KP കേശവമേനോൻ. ഇനി നാലാമത്തെ ആരാണ്? AK ഗോപാലൻ. നമ്മുടെ AKG അല്ലെ? AKG എന്നറിയപ്പെടുന്ന കേട്ടിട്ടുണ്ടോ? AKG എന്നറിയപ്പെടുന്ന AK ഗോപാലൻ അല്ലെ? പിന്നെ ആരാണ്? അക്കാമ്മ ചെറിയാൻ. കണ്ടോ, വനിതകളും ഉണ്ട്, നമുക്ക് അഭിമാനമായിട്ട് വനിതകളും ഉണ്ട് അന്ന് പ്രവർത്തിക്കാനൊക്കെ ആയിട്ട് അല്ലെ? പിന്നെ ആരാണ്? കുട്ടിമാളു അമ്മ. അപ്പൊ ഇവിടെ നോക്കാം, കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരൊക്കെയാണ്? TK മാധവൻ. പറഞ്ഞേ മക്കളെ, TK മാധവൻ. പിന്നെയോ മുഹമ്മദ് അബ്ദുറഹിമാൻ. മുഹമ്മദ് അബ്ദുറഹിമാൻ. പിന്നെയോ KP കേശവമേനോൻ. ആരാണ്? KP കേശവമേനോൻ. പിന്നെയോ AK ഗോപാലൻ അല്ലെ? ആരാണ്? AK ഗോപാലൻ. പിന്നെയോ അക്കാമ്മ ചെറിയാൻ. ആരാണ്? അക്കാമ്മ ചെറിയാൻ. പിന്നെയോ കുട്ടിമാളു അമ്മ. ആരാണ്? കുട്ടിമാളു അമ്മ. അവർക്ക് പേരുകൾ കിട്ടിയോ? ഇവിടെ പറഞ്ഞു പോകാം. TK മാധവൻ, മുഹമ്മദ് അബ്ദുറഹിമാൻ, KP കേശവമേനോൻ, AK ഗോപാലൻ, പിന്നെയോ അക്കാമ്മ ചെറിയാൻ, കുട്ടിമാളു അമ്മ. കിട്ടിയോ? പേരുകൾ വായിക്കാൻ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഒപ്പം പറഞ്ഞ് പഠിച്ചു പോവുക കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാവും. ഇനി നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എത്താൻ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സമരങ്ങൾ നടന്നു ടീച്ചർ പറഞ്ഞല്ലേ. അപ്പൊ അതില് ഒന്നാമത്തെ അല്ലെങ്കിൽ ഒരു സമരം മാത്രമാണ് ഉപ്പ് സത്യാഗ്രഹം. അതുപോലെ ഒരുപാട് 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 സമരങ്ങൾ നടന്നാണ് നമുക്ക് ഇന്ന് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് എത്തിയത്. അപ്പൊ മറ്റ് പ്രധാന സമരങ്ങൾ അല്ലെ, മറ്റ് പ്രധാന സമരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് എന്താണ് മക്കളെ സത്യാഗ്രഹം എന്നറിയാമോ? എന്താണ് നമ്മൾ ടീച്ചർ പറയുന്നുണ്ട്, തുടക്കം തൊട്ട് ഇങ്ങനെ പറയുന്നുണ്ടല്ലേ, സത്യാഗ്രഹം സത്യാഗ്രഹം സത്യാഗ്രഹം. എന്താണ് സത്യാഗ്രഹം എന്ന് പറഞ്ഞാല്? സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സത്യത്തെ മുറുകെ പിടിക്കുക. എന്താണ്? സത്യത്തെ മുറുകെ പിടിക്കുക അല്ലെ? എന്താണ്? സത്യത്തെ മുറുകെ പിടിക്കുക. നമ്മുടെ ജീവൻ പോയാലും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? സത്യം മാത്രമേ പറയാവൂ അല്ലെ? സത്യത്തെ മുറുകെ പിടിച്ചോണം, സത്യത്തെ മുറുകെ പിടിക്കുക. ഓക്കെ, അത് നമ്മുടെ ഗാന്ധിജി നമുക്ക് പകർന്നു തന്ന ഒരു പാഠമാണ്. അദ്ദേഹമാണ് നമ്മളെ സത്യാഗ്രഹം എന്ന പദം അല്ലെങ്കിൽ സത്യാഗ്രഹം നമ്മളിലേക്ക് ആ ഒരു ആശയം നമ്മളിലേക്ക് എത്തിച്ചത് ആരാണ്? ഗാന്ധിജിയാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് അദ്ദേഹം നമ്മളിലേക്ക് പകർന്നു തന്ന ആ ഒരു അർത്ഥം എന്താണ്? സത്യത്തെ മുറുകെ പിടിക്കുക. മരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യരുത്? സത്യത്തെ വിടരുത്. സത്യം അതായത് നുണ പറയാൻ പാടില്ല. നിങ്ങൾ കുഞ്ഞു കുട്ടികളല്ലേ, നമ്മൾ ചെറിയ ചെറിയ നുണകളൊക്കെ പറയാറുണ്ടല്ലേ, പക്ഷെ നമ്മള് നുണ പറയാൻ പാടില്ല അല്ലെ? നോക്കിയേ, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹ സമരമാണ് ഏത്? പറയാമോ? ഇത് കേട്ടിട്ടുണ്ടാവില്ല. കേട്ടിട്ടുണ്ടോ? നമ്മുടെ പാഠത്തില് അല്ലെ, നമ്മുടെ പാഠപുസ്തകത്തിലുള്ളതാണ്. മക്കള് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അല്ലെ? എന്താണ്? ചമ്പാരൻ സമരം. ചമ്പാരൻ ഗ്രാമത്തിൽ നടന്ന സത്യാഗ്രഹമാണ്. ഇത് എവിടെയാണ്? ഗുജറാത്തിൽ തന്നെയാണ് കേട്ടോ. ചമ്പാരൻ എവിടെയാണ്? ഗുജറാത്തിൽ. എവിടെയാണ് ചമ്പാരൻ? ഗുജറാത്തിൽ. അപ്പൊ 3 സ്ഥലങ്ങൾ പഠിച്ചല്ലേ നമ്മള്? സബർമതി ആശ്രമം, ദണ്ഡി കടപ്പുറം, പിന്നെ ചമ്പാരൻ അല്ലെ? അപ്പൊ ഇത്രയും നമുക്ക് നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കറുത്ത അധ്യായം എന്ന് വിശേഷിപ്പിക്കുന്ന സംഭവം ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഏതാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം, അതായത് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സമരങ്ങൾ ചെയ്തു അല്ലെ? അതിൽ ഏറ്റവും മോശമായ അധ്യായം, ഏറ്റവും കറുത്ത അധ്യായം ഏതാണ്? അതായത് ഒരുപാട് പേര് മരണപ്പെട്ട ഒരു സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഇത് പഞ്ചാബിലെ അമൃത്സറിൽ നടന്ന ഒരു വലിയൊരു ദുരന്തമാണ് കേട്ടോ. നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവും അല്ലെ? നമ്മുടെ ടെക്സ്റ്റിൽ അതിനെ കുറിച്ചുണ്ട്. 1919 ഏപ്രിൽ 13
ബ്രിട്ടീഷുകാര് അമൃത്സറിലെ ഒരു മൈതാനത്തിലേക്ക് കുറെ അധികം ആളുകൾ, ഇന്ത്യയിലെ കുറെ അധികം ജനങ്ങള് അവിടെ ഉണ്ടായിരുന്നു. ഒരു തിങ്ങി നിൽക്കുമായിരുന്നു, എന്തോ മീറ്റിങ്ങിനൊക്കെ ആയിട്ട് ഒത്തുകൂടിയതായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള മീറ്റിങ്ങിനായിട്ട് അവരെല്ലാരും കൂടി ഒത്തുകൂടിയിരിക്കുന്ന സമയത്ത് അപ്പൊ മൈതാനത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇതുപോലൊരു മൈതാനം. അതില് ഇവിടെ കൂടി മാത്രമേ എൻട്രൻസ് ഉള്ളൂ, മനസ്സിലായോ? ഈ വഴി കൂടി മാത്രമേ പുറത്തേക്കും അകത്തേക്കും ഒക്കെ പോവാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ ഇവിടുന്ന് വേറെ ഒരു വഴികളിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ ഇവിടേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാൻ സ്ഥലമില്ല. അപ്പൊ ഇവിടെ നിറച്ച് എന്താണ്, ഇവിടെ നിറയെ ആൾക്കാരിങ്ങനെ കൂട്ടം കൂടി നിന്ന് പല സ്ഥലങ്ങളിലായിട്ടൊക്കെ കൂട്ടം കൂടി നിന്ന് മീറ്റിങ്ങുകൾ കൂടിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ ഈ സമയത്ത് നമ്മുടെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ട് അവരുടെ നേരെ നിറയൊഴിച്ചു, വെടിവെച്ചു. അപ്പൊ ഈ സമയത്ത് ഈ ഗ്യാപ്പിൽ കൂടി മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നിറച്ച ആരാണ്? പട്ടാളക്കാർ ഇങ്ങനെ വന്നിരിക്കുവാണ്. അവരകത്തേക്ക് വെടിവെക്കുമ്പോ ഇവിടെയുള്ള ആൾക്കാർക്ക് പുറത്തേക്ക് ഓടാനായിട്ട് പറ്റില്ല അല്ലെ. അപ്പൊ അവിടെ കിടന്ന് അത്രയും അധികം ജനങ്ങൾ അതിക്രൂരമായിട്ട് കൊല്ലപ്പെട്ടു. ആ ഒരു സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. നമ്മുടെ ഇന്ത്യക്കാരെ വളരെയധികം വിഷമിപ്പിച്ച, ഗാന്ധിജിയൊക്കെ ഒരുപാട് മനസ്സ് നോവിച്ച ഒരു സംഭവമായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. നിങ്ങൾക്കിപ്പോ സംഭവം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലെ. അപ്പൊ അതെന്താണ്? 1919 ഏപ്രിൽ 13. എന്നാ മക്കളെ? 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ്. അത് എങ്ങനെ അറിയപ്പെടുന്നത്? സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കറുത്ത അധ്യായം അല്ലെ. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കറുത്ത അധ്യായം എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഏറ്റവും മോശപ്പെട്ട അധ്യായം എന്ന് പറയുന്നതാണ് ഏത്? നമ്മുടെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഇനി എന്നാണ് മക്കളെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്? 1919 ഏപ്രിൽ 13 അല്ലെ. 1919 ഏപ്രിൽ 13. ഇനി അതുപോലെ നടന്ന, അല്ലെങ്കിൽ അതേപോലെ നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്ക് എത്താൻ വേണ്ടി നടന്ന മറ്റൊരു സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. എന്താണ് ക്വിറ്റ് ഇന്ത്യ സമരം? ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരുപാട് സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്. അത് പല പല സ്ഥലങ്ങളിലായിട്ട് ഒത്തിരി സമ്മേളനങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് പുറകെ പഠിക്കാം. അപ്പൊ അതുപോലെ ഒരു സമ്മേളനത്തിൽ വെച്ചാണ് എന്ത് പ്രഖ്യാപിച്ചത്? ക്വിറ്റ് ഇന്ത്യ. എന്താണ് ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞാല്? ഇന്ത്യ വിടുക, അത്രേ ഉള്ളൂ കേട്ടോ. ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യ വിട്ട് ബ്രിട്ടീഷുകാര് ഇവിടുന്ന് പോവുക എന്ന് നമ്മൾ ഇന്ത്യക്കാരെല്ലാം ചേർന്ന് ക്വിറ്റ് ഇന്ത്യ സമരം നടത്തി. അത് 1942 കേട്ടോ. അപ്പൊ അത് ആ അങ്ങനെ സമരം ചെയ്യണം, അല്ലെങ്കിൽ സമരത്തിന് വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ബോംബെ സമ്മേളനം. ഏത് സമ്മേളനത്തിൽ വെച്ചാ? ബോംബെ സമ്മേളനം. പറഞ്ഞ മക്കളെ, ബോംബെ സമ്മേളനം. അപ്പൊ എന്താണ്? ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ബോംബെ സമ്മേളനത്തിൽ വെച്ചാണ്. കിട്ടിയോ? ബോംബെ സമ്മേളനത്തിൽ. അപ്പം ഇന്ത്യൻ സമര ചരിത്രത്തിലെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ കറുത്ത അധ്യായം എന്ന് പറയുന്ന സംഭവം ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അല്ലെ. പിന്നെ ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ബോംബെ സമ്മേളനത്തിൽ വെച്ചാണ്. ഇനി നമ്മൾ നേരത്തെ ടീച്ചർ പറഞ്ഞു അല്ലെ, ക്വിറ്റ് ഇന്ത്യ എന്നാൽ എന്താണ്? ക്വിറ്റ് ഇന്ത്യ അതിന്റെ അർത്ഥം എന്താണ്? ഇന്ത്യ വിടുക. ആരെ ഇന്ത്യ വിട്ട് പോകാൻ പറയുന്നത്? നമ്മൾ ഇന്ത്യക്കാര് നമ്മളുടെ മേൽ അധികാരം സ്ഥാപിക്കാൻ, അല്ലെങ്കിൽ നമ്മളിലേക്ക് ഇടിച്ചു കയറി വന്ന അല്ലെ, നമ്മളിലേക്ക് കയറി വന്ന ബ്രിട്ടീഷുകാരെ തുരത്താൻ, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പൊക്കോളാൻ അല്ലെ, ഇവിടുന്ന് വിട്ടു പോകാൻ പറയുകയാണ്. ഇന്ത്യ വിടുക. എന്താണ് ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞാല്? ഇന്ത്യ വിടുക. ഓക്കെ. ഇനി അപ്പൊ അതിന് നേതൃത്വം നൽകിയ, നമ്മൾ ഓരോന്നിനും നേതൃത്വം നൽകിയതിനെ കുറിച്ചൊക്കെ പഠിച്ചല്ലേ. ഇന്ത്യയിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? നമ്മുടെ ഗാന്ധിജിയാണ് അല്ലെ. കേരളത്തിലാണെങ്കിലോ കേളപ്പനാണ് അല്ലെ. അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമര നായിക അല്ലെ, ഒരു വനിതയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത്. ആരാണ്? അരുണ ആസിഫ് അലി, അല്ലെങ്കിൽ അരുണ
ആസഫ് അലി അല്ലെ. ആരാണ് അരുണ ആസഫ് അലി? ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നു അല്ലെ. ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായിക. ആരാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക? ആരാണ് മക്കളെ? അരുണ ആസഫ് അലി. ആരാണ്? അരുണ ആസഫ് അലി. ഇനി ഇതത് അടുത്തൊരു ദുരന്തമാണ് കേട്ടാ, വാഗൺ ട്രാജഡി ദുരന്തം അല്ലെ. മലബാർ കലാപത്തെ തുടർന്ന് അപ്പൊ ഇതുപോലെ ഒരുപാട് കലാപങ്ങളും സമരങ്ങളും ഒക്കെ നടന്നു ടീച്ചർ പറഞ്ഞില്ലേ. അതുപോലെ ഒരു കലാപം മലബാർ കലാപ സമയത്ത് നടന്ന വളരെ ഭീകരമായ വളരെ ക്രൂരമായ ഒരു സംഭവമാണ് വാഗൺ ട്രാജഡി ദുരന്തം. ഇത് നമ്മുടെ ട്രെയിനിൽ സംഭവിച്ചതാണ് കേട്ടോ. ട്രെയിനില് നമ്മുടെ ബ്രിട്ടീഷുകാര് ആൾക്കാരെ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ എന്ത് ചെയ്തു? കുത്തി നിറച്ചുകൊണ്ട് അതിൽ കയറ്റി വിട്ടു. അപ്പൊ കുറെ ദൂരം കഴിഞ്ഞപ്പോഴത്തേക്കും തിങ്ങി നിരഞ്ഞ് നമ്മള് ഒരു റൂമിൽ ഒരു 5 പേര് കൂടുതൽ നിന്ന് കഴിയുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടും അല്ലെ. അപ്പൊ ഒത്തിരി ആൾക്കാരെ കുത്തി നിറച്ച് ആ വാഗണിന്റെ അകത്ത് കുത്തി നിറച്ച് കൊണ്ടുപോകാൻ പോത്തന്നൂരിലേക്കുള്ള ട്രെയിനില് കൊണ്ടുപോകാന്ന് പറയുന്നത് വളരെ ക്രൂരമായ അവസ്ഥയാണ് അല്ലെ. അപ്പൊ അതിലാണെങ്കിൽ ഒരാൾക്ക് പോലും ഒന്ന് അനങ്ങാൻ പോലും സാധിക്കാത്ത വിധത്തിൽ അടുക്കി ഒരുപാട് ആളുകൾ അതിനുള്ളിലേക്ക് തിക്കി നിറച്ച് അവിടെ എത്തിയപ്പോ, അവിടെയല്ല പകുതിയോളം എത്തിയപ്പോ തന്നെ എന്ത് സംഭവിച്ചു? പലരും മരിച്ചു. അപ്പം വാഗൺ തുറന്നപ്പോഴത്തേക്കും അതിൽ പല ആൾക്കാരും പരസ്പരം ശ്വാസം കിട്ടാതെ പരസ്പരം എന്താണ് ഉപദ്രവിച്ചൊക്കെ ശ്വാസം മുട്ടി കുറെ അധികം അതിലുണ്ടായിരുന്ന മിക്ക എല്ലാ ആളുകളും തന്നെ എന്ത് ചെയ്തു? മരിച്ചു പോവുകയാണ്. അതും ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ദുരന്തം പോലെ തന്നെ വളരെയധികം വേദനിപ്പിച്ച ഒരു ദുരന്തമാണ് വാഗൺ ട്രാജഡി ദുരന്തം അല്ലെ. അപ്പൊ അത് ഏത് കലാപത്തിന്റെ ഭാഗമാണ്? 1921 നടന്ന മലബാർ കലാപത്തിന്റെ ഭാഗമാണ്. 1921 നടന്ന മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന സംഭവം ഏതാണ്? വാഗൺ ട്രാജഡി ദുരന്തം അല്ലെ. വാഗൺ ട്രാജഡി ദുരന്തം. ഇനി നമ്മള് ചമ്പാരൻ സത്യാഗ്രഹത്തെ കുറിച്ച് പറഞ്ഞായിരുന്നു അല്ലെ നേരത്തെ. ഗാന്ധിജി ചമ്പാരൻ സമരം നടത്തിയത് ഏത് കർഷകരുടെ പ്രയാസങ്ങൾ പരിഹരിക്കാനാണ്? അപ്പം ഗാന്ധിജി എല്ലാ ജനങ്ങളിലേക്കും ഇറങ്ങി നടക്കുന്ന ഒരു നല്ല നേതാവായിരുന്നു. എല്ലാ ജനങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ അറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല ആളായിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹം അവിടെ 1917 എന്നാണ് ചമ്പാരൻ സമരം നടന്നത്? 1917. എന്നാ മക്കളെ? 1917. ഏത് സമരമാണ് 1917? ചമ്പാരൻ സമരം അല്ലെ. ചമ്പാരൻ സമരം നടത്തിയതാരാ? ഗാന്ധിജിയാണ് നേതൃത്വം നൽകിയത്. ഗാന്ധിജിയാണ്. ഇനി ഏത് കർഷകർക്ക് വേണ്ടിയിട്ട്? അത് കർഷകർക്ക് വേണ്ടി നടന്ന കർഷക സമരമാണ് കേട്ടോ. കർഷക സമരമാണ്. ഏത് കർഷകർക്ക് വേണ്ടിയാണ്? നീലം കർഷകർക്ക് വേണ്ടി. ആർക്കാണ്? നീലം കർഷകരുടെ സമരമാണ്. കർഷകർക്ക് വേണ്ടി ഗാന്ധി നടത്തിയ സമരമാണ് ഏത്? ചമ്പാരൻ സമരം. ഏതാ മക്കളെ? ചമ്പാരൻ സമരം. ഏത് വർഷമാണ്? 1917. പറഞ്ഞേ, 1917 അല്ലെ. ഏതാ സമരത്തിന്റെ പേരെന്താ? ചമ്പാരൻ സമരം. ഏതാണ്? ചമ്പാരൻ സമരം. ഇനി അതുപോലെ മറ്റൊരു സത്യാഗ്രഹമാണ് ഖേഡ സമരം. ഏതാണ്? ഖേഡ സമരം. ഈ ഖേഡ സമരം ഏത് വർഷമാണ്? പറഞ്ഞേ മക്കളെ. 1918. പറഞ്ഞേ, 1918 ഖേഡ സമരം നടന്നത്. ഇനി ഈ ഖേഡ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? ഗുജറാത്തിലാണ് അല്ലെ. നമ്മൾ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം തന്നെ എവിടെ തന്നെയാണ്? ഗുജറാത്തിലുള്ള സ്ഥലങ്ങളെ കുറിച്ചാണ് അല്ലെ പറഞ്ഞത്. ഇനി അപ്പൊ ഒന്നുകൂടെ പറഞ്ഞേ, ഖേഡ സമരം എവിടെയാണ്? ഏത് സംസ്ഥാനത്തിലാണ്? ഗുജറാത്തിലാണ് അല്ലെ. ഖേഡ സമരം നടന്നത് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ്. ഏത് വർഷമാണ്? 1918. പറഞ്ഞ മക്കളെ, 1918 നടന്ന സമരം ഏതാണ്? ഖേഡ സമരം. അപ്പൊ ചമ്പാരൻ സത്യാഗ്രഹം ഏത് വർഷമായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹം ഏത് വർഷമായിരുന്നു? 1917 അല്ലെ. പഠിച്ചു അല്ലെ. പെട്ടെന്ന് പഠിച്ചു പോവാൻ പറ്റുന്നില്ലേ? അപ്പൊ ചമ്പാരൻ 1917, ഖേഡ 1918. അടുത്തടുത്ത് 2 വർഷങ്ങൾ നമ്മൾ പഠിച്ചില്ലേ? 2 വർഷങ്ങൾ പഠിച്ചു അല്ലെ. ഖേഡ സമരം 18, ചമ്പാരൻ സത്യാഗ്രഹം 17. ഓക്കെ. ഇനി ഖേഡ എവിടെയാണ് എന്നോട് പറഞ്ഞേ? ഗുജറാത്തിലാണ് അല്ലെ. ഖേഡ എവിടെയാണ്? ഗുജറാത്തില്. ഇനി വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത് ഏത് സമരത്തിന്റെ ഭാഗമായിട്ടാണ്?
നമ്മൾ കുറെ സമരങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നു അല്ലെ. അപ്പൊ നമ്മുടെ സാധനങ്ങൾ അവർ കയറ്റിക്കൊണ്ട് പോവുകയും അത് മറ്റു രാജ്യങ്ങളിലേക്ക് കടത്തുകയൊക്കെ ചെയ്തു. പകരം അവരെന്ത് ചെയ്തു, അവരുടെ സാധനങ്ങള് നമ്മളെ അടിച്ചേൽപ്പിക്കുകയാണ്. നമുക്ക് ഇവിടെ നമ്മൾ സ്വന്തമായിട്ട് ആവശ്യമുള്ള വസ്ത്രങ്ങള് സ്വന്തമായിട്ട് നെയ്ത് ഉപയോഗിക്കുകയായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാരുടെ വസ്ത്രങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞിട്ട് അവരുടെ വസ്ത്രങ്ങൾ നമ്മളെ അടിച്ചേൽപ്പിച്ചു. അപ്പൊ അതിനുമെതിരെ നമ്മുടെ ഗാന്ധിജി എന്ത് ചെയ്തു, എതിർത്തു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ എതിർത്തു. ആ സമരമാണ്, അതിന്റെ ഭാഗമായി നടന്ന സമരമാണ് നിസ്സഹകരണ സമരം. എന്താ മക്കളെ? നിസ്സഹകരണ സമരം, നോൺ കോപ്പറേറ്റീവ് മൂവ്മെന്റ്. പറഞ്ഞേ, നിസ്സഹകരണ സമരം, നോൺ കോപ്പറേറ്റീവ് മൂവ്മെന്റ്സ്. ഏത് വർഷമാണ്? 1920 അല്ലെ. 1920 നടന്ന സമരം ഏതാണ്? നിസ്സഹകരണ സമരം. എന്തിനെതിരായിട്ടായിരുന്നു? വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക. ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഉപേക്ഷിക്കുക, ഉപയോഗിക്കരുത് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക. അപ്പൊ ഇതിന് നേതൃത്വം നൽകിയത് ആരാണ്? ഗാന്ധിജിയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഗാന്ധിജി നടത്തിയ സമരങ്ങളെ കുറിച്ചാണ് അല്ലെ പറഞ്ഞു പോയത്. അപ്പൊ ഒന്നുകൂടി ജസ്റ്റ് എല്ലാം നോക്കിച്ച് പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. പെട്ടെന്ന് തന്നെ ഒന്ന് വേഗം അല്ലെ. നമ്മൾ ആദ്യം പഠിച്ചത് ഏതാണ് മക്കളെ? ഉപ്പ് സത്യാഗ്രഹം. നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു കയറിയ വിദേശ മേധാവിത്വം ഏതായിരുന്നു? ബ്രിട്ടീഷുകാരായിരുന്നു അല്ലെ. ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിലെത്തിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഏലം, കുരുമുളക്, സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് കടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറഞ്ഞത്? രാജാക്കന്മാരാണ് നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നത്. അവരെ കീഴ്പ്പെടുത്തി നമ്മുടെ രാജ്യം കൈയടക്കിയത് ആരാണ്? ബ്രിട്ടീഷുകാരാണ് അല്ലെ. ഇനി അപ്പൊ അതിനൊക്കെ ബ്രിട്ടീഷുകാരെ തുരത്തുന്നതിനായിട്ട് പല രീതിയിലുള്ള സമരങ്ങളും ഗാന്ധിജി ചെയ്തു അല്ലെ. അതിലൊരു സമരമാണ് ഏത്? ഉപ്പ് സത്യാഗ്രഹം അല്ലെ. ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം 1930 മാർച്ച് 12. പറഞ്ഞ മക്കളെ, 1930 മാർച്ച് 12 അല്ലെ. ഇനി എവിടുന്ന് എങ്ങോട്ടേക്കാണ് ഇന്ത്യയിൽ ഉപ്പ് സത്യാഗ്രഹം ഗാന്ധിജിയും സഹപ്രവർത്തകരും കൂടി നടത്തിയത്? അതെ അല്ലെ. ദണ്ഡിയിൽ നിന്ന് ദണ്ഡിയിലല്ല അല്ലെ, സബർമതിയിൽ നിന്ന് ദണ്ഡിയിലേക്ക് അല്ലെ. പറഞ്ഞേ, സബർമതിയിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജിയും അനുയായികളും കൂടി അല്ലെ. സബർമതിയും ദണ്ഡി കടപ്പുറമൊക്കെ എവിടെ തന്നെയാണ്? ഒരേ സ്ഥലത്ത് തന്നെ അല്ലെ, ഗുജറാത്തിൽ തന്നെയാണ്. പക്ഷേ എത്ര കിലോമീറ്റർ ദൂരമുണ്ട് അവ തമ്മില്? 390 കിലോമീറ്റർ ദൂരത്തിലാണ് അല്ലെ രണ്ട് സ്ഥലങ്ങളും. ഒരു സ്ഥലത്ത് നിന്ന്, അതായത് സബർമതിയിൽ നിന്ന് ദണ്ഡിയിലേക്ക് എത്താൻ 390 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കണം. അപ്പൊ അത്രയും ഒക്കെ സഞ്ചരിച്ച് നമ്മുടെ ഗാന്ധിജി എന്ത് നടത്തിയത്? ഉപ്പ് സത്യാഗ്രഹം നടത്തി അല്ലെ. ഏത് വർഷമാണ് ഉപ്പ് സത്യാഗ്രഹം നടത്തിയത്? 1930 ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തി. ഇനി ദണ്ഡി യാത്രയില് ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന മലയാളികൾ ആരൊക്കെയായിരുന്നു? സി കൃഷ്ണൻ നായർ, തേവർത്തുണ്ടിയിൽ ടൈറ്റസ്, രാഘവ പൊതുവാൾ, ശങ്കർജി, താപ്പൻ നായർ അല്ലെ. നമുക്ക് വളരെ അഭിമാനം തരുന്ന നിമിഷമാണ് അല്ലെ. പിന്നെ നമ്മുടെ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം നടത്തി കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ് മക്കളെ? കേളപ്പൻ അല്ലെ. അദ്ദേഹം നമ്മളെ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നു. കേരളത്തില് പയ്യന്നൂർ കടപ്പുറത്ത്, കണ്ണൂരിലെ പയ്യന്നൂരിലേക്ക്, കോഴിക്കോട്ട് നിന്ന് കണ്ണൂർ വരെ അല്ലെ, കോഴിക്കോട്ട് നിന്ന് കണ്ണൂരിലെ പയ്യന്നൂർ വരെ ആര് നടത്തി ഈ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം? കേളപ്പൻ നടത്തി അല്ലെ. അങ്ങനെ സത്യാഗ്രഹ ജാഥ, ജാഥയിൽ ആരംഭിച്ച പാട്ട് എഴുതിയത് ആരാണ്? വരിക വരിക സഹചര്യം എന്ന പാട്ട് എഴുതിയത് ആരാണ്? മുൻഷി നാരായണ പിള്ളയുടെ പാട്ട് അല്ലെ. അത് ഓരോ പ്രവർത്തകർക്കും ഊർജം നൽകുന്ന വരികളായിരുന്നു. പിന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ട് മുന്നോട്ട് വന്നവരാരൊക്കെയാണ്? ടി.കെ. മാധവൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ, കെ.പി. കേശവ മേനോൻ, എ.കെ. ഗോപാലൻ, അക്കാമ ചെറിയാൻ, കുട്ടിമാളു അമ്മ അല്ലെ. പിന്നെയോ സ്വാതന്ത്ര്യത്തിലേക്ക് എത്താൻ ഒരുപാട് സമരങ്ങൾ നമ്മൾ നടത്തി അല്ലെ. ചമ്പാരൻ സമരം നടത്തി. പിന്നെയോ ചമ്പാരൻ സമരം നടത്തി. ജാലിയൻവാലാബാഗ് ദുരന്തമൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. പിന്നെ ക്വിറ്റ് ഇന്ത്യ സമരം നടത്തി. പിന്നെയോ പിന്നെ ഏതാ മക്കളെ പറഞ്ഞേ? ചമ്പാരൻ നടത്തി. ചമ്പാരൻ ആർക്ക് വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞേ? കർഷകരുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ ആരാ നടത്തിയത്? ഗാന്ധിജി നടത്തി. ഏത് വർഷം നടത്തി? 1913
17 നടത്തി അല്ലെ. പിന്നെ ഖേഡ സമരം അല്ലെ. ഖേഡ എവിടെയാണ്? ഗുജറാത്തിലാണ് അല്ലെ. ഖേഡ എവിടെയാണ്? ഗുജറാത്തിലാണ്. പിന്നെ വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക എന്ന ഗാന്ധിജി ആഹ്വാനം ചെയ്ത സമരം ഏതായിരുന്നു? നിസ്സഹകരണ പ്രസ്ഥാനം അല്ലെ. അപ്പൊ നമ്മുടെ ഏകദേശം എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇപ്പൊ വീഡിയോ കണ്ടിട്ട് നന്നായിട്ട് അപ്പോൾ തന്നെ പറഞ്ഞ് നന്നായിട്ട് പഠിച്ചു പോവുക. എല്ലാവർക്കും വിജയാശംസകൾ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.